കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രോട്ടീൻ്റെ ആവശ്യകതയെ പറ്റിയായിരുന്നു. അതിന് ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ അല്പം വിശദമായിട്ട് നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ചില രോഗാവസ്ഥകളുള്ളവർക്ക് പ്രോട്ടീൻ കഴിക്കാമോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് കിഡ്നി, അതുപോലെ ലിവർ ഡിസീസ്, അതുപോലെ തന്നെ യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർ തുടങ്ങിയവരൊക്കെ പ്രോട്ടീൻ കഴിക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ പാലിക്കണമോ എന്ന് പലർക്കും സംശയമാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കതിൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റിനെ പറ്റി ഒരു മാന്യ അദ്ദേഹം അതിനെപ്പറ്റി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് ഒരു ദിവസം 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ വീഡിയോയിലുള്ളത്. സാധാരണ പോഷക വിദഗ്ധർ മിക്കവരും പറയുന്നത് 0.8 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് മതി ഒരു ദിവസത്തെ പ്രോട്ടീൻ്റെ ആവശ്യകത എന്നാണ്. ഈ പ്രോട്ടീൻ്റെ ആവശ്യകതയെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോഴാണ് ഈ 0.8 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് പോരാ, അതിൽ കൂടുതലാണ് നമ്മുടെ ഡെയിലി റിക്വയർമെന്റ് എന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് US നടത്തിയ ചില പഠനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ US ചില പോഷക വിദഗ്ധർ പറയുന്നത് 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ഓഫ് പ്രോട്ടീൻ ഡെയിലി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റ് രോഗാവസ്ഥകളുള്ളവർക്ക് പ്രോട്ടീൻ കഴിക്കാമോ എന്ന് പലരും ചോദിച്ചു. ഉദാഹരണമായിട്ട് ലിവർ ഡിസീസ്, കരളിന് രോഗം ഇന്ന് ധാരാളം ആൾക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് തുടങ്ങിയ പല രോഗാവസ്ഥകളും ഉള്ളവർ ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത് ഡെയിലി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവിൽ കുറവ് വേണോ അതോ പ്രോട്ടീൻ കഴിക്കാമോ എന്നുള്ളതാണ്. നേരത്തെ പോഷക വിദഗ്ധർ പറഞ്ഞിരുന്നത് ലിവർ ഡിസീസ് ഉള്ളവർക്ക് പ്രോട്ടീൻ കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതിനും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ലിവർ ഡിസീസ് ഉള്ളവർ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കേണ്ട കാര്യമില്ല. 1.2 മുതൽ 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വരെ പ്രോട്ടീൻ അവർക്ക് കഴിക്കണം എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ കഴിക്കുന്നതിൽ യാതൊരു റെസ്ട്രിക്ഷൻ്റെയും ആവശ്യമില്ല കരൾ രോഗികൾക്ക്. ശരിക്കും കരൾ രോഗികൾക്ക് പ്രോട്ടീൻ്റെ ആവശ്യകത കൂടുതലാണ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. കാരണം ഈ കരൾ രോഗമുള്ളവർക്ക് മസിൽ വേസ്റ്റിങ്ങും പെട്ടെന്നുണ്ടാകാം. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ദിവസേനയുള്ള നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഡോക്ടർമാരും ഇന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് കിഡ്നി ഡിസീസ് ഉള്ളവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. കിഡ്നിക്ക് രോഗം വന്ന് ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ കിഡ്നിക്ക് രോഗമുള്ളവരും, അതായത് ഡയാലിസിസ് ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ഈ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണോ എന്നാണ് ചോദിക്കുന്നത്. കിഡ്നി രോഗമുള്ളവർക്ക്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നാണ് നെഫ്രോളജിസ്റ്റ് പറയുന്നത്. അതായത് അവർ 0.5 to 0.8 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വരെ പ്രോട്ടീൻ ദിവസേന കഴിച്ചാൽ മതി. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച്, അതായത് ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ പ്രോട്ടീൻ അല്പം കൂടുതൽ കഴിക്കണം എന്നാണ് നെഫ്രോളജിസ്റ്റുകൾ പറയുന്നത്. കാരണം നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിലെ വേസ്റ്റ് മുഴുവൻ നമ്മൾ മെഷീൻ കൊണ്ട് പുറത്തേക്ക് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് പുറത്തേക്ക് തള്ളിക്കളയുമ്പോൾ അതിൽ കുറച്ച് പ്രോട്ടീനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രോട്ടീൻ്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് നികത്താൻ വേണ്ടി അല്പം കൂടുതലായിട്ട് പ്രോട്ടീൻ അവർ കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വരെ അവർക്ക് കഴിക്കാം. എപ്പോഴും വൃക്ക രോഗികൾ നിങ്ങളെ പരിശോധിക്കുന്ന നെഫ്രോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം പ്രോട്ടീൻ ദിവസേന കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവരും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഈ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് പ്രോട്ടീൻ കുറയ്ക്കണമോ? ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ അല്ല അപകടം ഉണ്ടാക്കുന്നത്. അതായത് യൂറിക് ആസിഡ് കൂടുന്നതിന് പ്രോട്ടീൻ അല്ല കാരണം. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ ചിലപ്പോൾ പ്യൂരിൻ എന്ന ഒരു കോമ്പൗണ്ട് കൂടി അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പ്യൂരിൻ്റെ അളവ് കൂടുതലുള്ള ചില പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് അവർക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ പ്യൂരിൻ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളൈസ് ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്യൂരിൻ കൂടുതലടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ അവർ റെസ്ട്രിക്ഷൻ പാലിക്കണം. ഉദാഹരണമായിട്ട് മീറ്റ്, റെഡ് മീറ്റ് അവർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഓർഗൻ മീറ്റ്, അതായത് ലിവർ, അതുപോലെ തന്നെ കിഡ്നി തുടങ്ങിയ ഓർഗൻ കൊണ്ടുള്ള മീറ്റും അവർ ഒഴിവാക്കണം. പിന്നെ ഷെൽ ഫിഷിനകത്തും ധാരാളമായിട്ട് പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്.
നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ട അതിനകത്ത് ഈ പ്യൂരിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് മുട്ട ശരിക്കും കഴിക്കാവുന്ന പ്രോട്ടീൻ അടങ്ങിയ ഒരു നല്ല ഭക്ഷണ സാധനമാണ്. അതുപോലെ തന്നെ മറ്റു പലരും ചോദിക്കുന്നത് പ്രോസ്റ്റേറ്റിന് വലിപ്പം കൂടുതലുള്ളത്, അതായത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി BPH എന്ന രോഗമുള്ളവരും ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള പുരുഷന്മാർ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരിൽ 2-3 ആൾക്കാർ അതിനകത്ത് കമന്റ് ബോക്സിനകത്ത് സംശയം പ്രകടിപ്പിച്ചിരുന്നു അവർക്ക് കടല കഴിക്കാമോ എന്ന്. ശരിക്കും പ്രോസ്റ്റേറ്റും കടലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രോസ്റ്റേറ്റിന് BPH ഉള്ളവർ അല്ലെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെ പ്രോസ്റ്റേറ്റ് വളർന്നിട്ടുള്ളവർക്ക് ഈ കടല കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അത് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളുള്ളവർ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു സാമാന്യ അറിവ് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വിലപ്പെട്ട ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.